എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ കർത്താവിന്റെ വചനം പറയുന്നു, ദൈവം യോസേഫിനോട് കൂടെയിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കാരാഗ്രഹ പ്രമാണിക്ക് യോസേഫിനോട് ദയ തോന്നി. ആരെങ്കിലും കാരാഗ്രഹ സമമായിട്ടുള്ള വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നു, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായി ആലോചന കൈമാറ്റം ചെയ്യുന്നു. നിങ്ങളോട് ഫേവർ തോന്നത്തക്ക രീതിയിൽ, ദയ തോന്നത്തക്ക രീതിയിൽ സ്വർഗം ചിലരെ അതിനകത്ത് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ. നിങ്ങൾ കാരാഗ്രഹ സമമായിട്ടുള്ള വിഷയത്തിൽ കൂടെ കടന്നു പോയിരുന്നാലും സ്വർഗത്തിന് ദൈവം നിശ്ചയമായിട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കും. ഇവിടെ ശത്രു യോസെഫിനെ പൂട്ടുവാൻ നോക്കിയതാ. എന്ത് സംഭവിച്ചു? യഹോവയുടെ കരം അവനോട് കൂടെ ഇരുന്നു. ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് യോസെഫിന് അവിടെ മാന്യത ലഭിപ്പാനിടയായി. വിചാരകനായി തീർന്നു, സൂപ്പർവൈസറായി തീർന്നു. അതെ, നിന്നെ ഒതുക്കുവാൻ നോക്കുന്നിടത്ത് യഹോവയുടെ കരം നിനക്ക് അനുകൂലമാണെങ്കിൽ നീ അവിടെ പെരുകിയിരിക്കും, നീ അവിടെ അനുഗ്രഹം പ്രാപിച്ചിരിക്കും, നീ അവിടെ വിചാരകനായിരിക്കും. ജോലി മേഖലയിൽ ആയിരിക്കുന്ന ദൈവം ഇതിലെ കേട്ടാട്ടെ, നിന്റെ പ്രൊമോഷനെ ഹോൾഡ് ചെയ്യുന്ന പിശാചിന്റെ തന്ത്രത്തെ സ്വർഗം ഇന്ന് ഈ പ്രഭാതത്തിൽ ക്യാൻസൽ ചെയ്ത് കളയുക. നിനക്ക് പ്രൊമോഷൻ ലഭിക്കുവാൻ പോകുന്നു. നാളുകളായി നീ സ്തോത്രം ഇപ്പോൾ ഇന്നത് ലഭിക്കും അല്ലെങ്കിൽ നാളെ ലഭിക്കുമെന്ന് ചിന്തിച്ചിരിക്കുകയായിരിക്കും. പക്ഷെ നിന്റെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നിന്റെ പ്രൊമോഷനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിശാചിന്റെ തന്ത്രമാണ്. അതിന്ന് പകലിൽ പിശാചിന്റെ തന്ത്രങ്ങൾ, അവന്റെ ശക്തി നിർവീര്യമായി പോകുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. പരിശുദ്ധാത്മാവ് വ്യക്തമായി നിന്നോട് ആലോചന അറിയിക്കുന്നു. ആമേൻ, സ്തോത്രം. നമ്മൾ സേവിക്കുന്നത് നമ്മളോട് കൂടെയുണ്ട്. വിശ്വസിച്ചാട്ടെ, അവൻ നമ്മളോട് കൂടെയുണ്ടെങ്കിൽ പേടിക്കണ്ട. സ്വർഗം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. അത്രയും ഉറപ്പാ ദൈവം നമുക്ക് തരുന്നത്. ദൈവം നമ്മളോട് അനുകൂലമായിരിക്കുക കേട്ടോ. ശത്രു എത്ര പദ്ധതികൾ ഒരുക്കിയിരുന്നാലും അവന്റെ പദ്ധതികൾ ഒന്നും നടക്കത്തില്ല. അവന്റെ ശക്തിക്ക് പ്രാധാന്യമില്ല. കാരണം എന്താ? ദൈവം നമുക്ക് അനുകൂലമാ. അവന്റെ ശക്തി ക്ഷയിച്ചു പോകത്തേയുള്ളൂ. നമ്മൾ പൂർണ്ണ ജയാളികളായി തീരും. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഒരു ശത്രുവിനും നിന്നെ തൊടുവാൻ സാധിക്കത്തില്ല. കാരണം നീ അവന്റെ കരത്തിന് ഉള്ളിലിരിക്കുക, നീ ദൈവത്തിന്റെ സംരക്ഷണത്തിനകത്തിരിക്കുക, നീ ദൈവത്തിന്റെ ഫേവറിനകത്തിരിക്കുക, ദൈവത്തിന്റെ ദയക്കകത്തിരിക്കുക. ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇന്ന് പകലിൽ ആ ഫേവറിനെ തിരിച്ചറിഞ്ഞ് ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ചില വ്യക്തികൾക്ക്, ചില അധികാരികൾക്ക് നിന്നോട് ഫേവർ തോന്നുന്ന ദിവസമാണ് ഇന്ന് ഈ പ്രഭാതം. വിശ്വസിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ. അഭിഷിക്തന്മാരെ വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. ചില ഭരണകർത്താക്കൾക്ക് അങ്ങയോട് ദയ തോന്നുന്ന ദിവസമാണ്. ആമേൻ, സ്തോത്രം. നിങ്ങളുടെ വിഷയത്തിന്മേൽ, ആമേൻ, സ്തോത്രം, ചർച്ചയുമായിട്ടുള്ള വിഷയത്തിന്മേൽ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി അഭിഷിക്തന്മാരെ വെളിപ്പെടുവാൻ പോകുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ.